ക്ഷമിക്കാനോടി? മരണം വരെ ക്ഷമിക്കില്ലടി. അവൻ എന്നെ ഒന്ന് ഇരുത്തിയതാണടി. അതാണ് അതിന്റെ സത്യം. നാട്ടിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ ആശാൻ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ ആ ശ്രീധരൻ കെട്ടിയത്? അതവൻ അറിഞ്ഞോണ്ട് ആശാന് ജാക്കി വെച്ചതാ. അവൻ ജയിച്ചെന്ന അവന്റെ വിചാരം. അവനെ ഞാൻ തട്ടും, അവളെയും തട്ടും. അവൾ നല്ലവൾ, എന്റെ രാധിക. എല്ലാരും കൂടെ അവളെ ചതിച്ചതാ. ചതിച്ചവരുടെ എല്ലാം പേരിങ്ങോട്ട് പറഞ്ഞു തന്നാട്ടെ ആശാനെ, തട്ടാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ലിസ്റ്റൊക്കെ എന്റെ മനസ്സിലുണ്ടടാ. എല്ലാത്തിനെയും ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. എടീ, എനിക്കിനിയും കുടിക്കണം. ഒഴിക്കടേ. അയ്യോ, ഇനി കുടിക്കണ്ട. ഒഴി. 2 കുപ്പി കാലിയാക്കി കുഞ്ഞേ. ഇനിയും ഞാൻ കാലിയാക്കും. ഒഴിക്കടി. ഒഴിച്ചു കൊടുക്കടി. ഈ കാച്ചിയ മോരിൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? കടുവർത്തിട്ടു. എന്താ ടേസ്റ്റ് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെന്നോ? 25 വർഷമായി ഞാൻ എന്നും കാച്ചിയ മോര് ഉപയോഗിക്കുന്നു. പക്ഷെ ഇവനുണ്ടല്ലോ, ഉഗ്രൻ, ഉഗ്ഗ്രൻ. ജാക്കി വെക്കണ്ട. സത്യമരാധികം ഞാനീ പറഞ്ഞത്. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന എന്നെ കൂട്ടാനാ ഈശ്വരൻ എനിക്ക് കൈ തന്നിരിക്കുന്നത്. ഒരു പേടിയുള്ളൂ, പറഞ്ഞു തരാൻ ആരുമില്ല. താളപ്പിഴകൾ എന്തെങ്കിലും ഉണ്ടായാൽ പരസ്പരം ക്ഷമിക്കണം, മറക്കണം. അത് അങ്ങോട്ട് അച്ഛനെ, അർജുനും സുഭദ്രയും വരുന്നുണ്ട്. നമുക്ക് ഒതുങ്ങി പൊക്കളയാം. പങ്കെടുക്കാൻ സാധിച്ചില്ല. അഭിനന്ദനം അല്പം വൈകിയാലും ആവാമല്ലോ. അതെ, വിഷ് യു എ എങ്ങനെയുണ്ട് ആശാനെ? കലക്കി. ഏത് നാറിയാലും അറിഞ്ഞോടെ നിനക്ക് ഉത്തമെന്ന് പേരിട്ട്. എന്നാലും എന്റെ പെങ്ങളെ, എന്റെ ആശാനോട് ഇത് വേണ്ട. ഇതെന്തൊരു ജന്മം ചേട്ടാ. ഇതാണ് കടിഞ്ഞാണില്ലാത്ത കുതിര, എടുത്താൽ പൊങ്ങാത്ത സ്വത്ത്, നിയന്ത്രിക്കാൻ ആരുമില്ല. അവന്റെ ഉള്ളിൽ കണ്ടിട്ടുള്ളവരാരുമില്ല രാധിയെ. നിനക്ക് എത്ര രൂപ വേണേലും ഞാൻ തരാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം സാധിച്ചു തരാം. അത് കാര്യം പറയാതെ എങ്ങനെ അറിയുന്നത്? എന്റെ വലിയൊരു ആഗ്രഹമാണ്. ഒരൊറ്റ ദിവസം മാത്രം എന്റെ കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ മതി. എന്ന് വെച്ചാ ഒള്ളി ഏക് ദിൻ കാ സുൽത്താൻ. ആളിനെ പറയണം. അവൻ എന്നെ തോൽപ്പിച്ചു. ഇങ്ങനെയെങ്കിലും അവനെ എനിക്ക് തോൽപ്പിക്കണം. എന്നിട്ടും ആളിനെ പറയുന്നില്ലല്ലോ. ശ്രീധരന്റെ ഭാര്യ രാധിക. അയ്യോ, ഞാനില്ല. ആ കാര്യം മാത്രം എന്നോട് പറയണ്ട. മഹാലക്ഷ്മി മുഖത്ത് വന്ന വിലാസിനി മുഖത്ത് വന്ന മഹാലക്ഷ്മിയെ തൂത്തെറിയരുത്. ചോദിക്കുന്ന കാശ് തരും. ആ കാശ് എനിക്ക് വേണ്ട. ആ നേരുകുട്ടി ഒന്ന് കൊണ്ടുവന്നതിന്റെ സുഖം മറന്നോ?
എന്റെ പേരുടെ അബ്ബളകിപ്പോയി. ഞങ്ങൾ ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ട് വീട്ടിനടുത്തുള്ളപ്പോ ഞാൻ എന്തിനു പേടിക്കണം? സാരമില്ല, 1-2 വർഷം കൂടി കഴിയുമ്പോ ഇവിടെ ഒച്ചയും ബേളൊക്കെ ആവില്ലേ? അതെങ്ങനെ? നമ്മുടെ മോൻ വരും, അവൻ ഇവിടെ കിടന്ന് തകർക്കില്ലേ? അപ്പൊ മോൻ വേണോന്നാ? ആദ്യം മോൻ, പിന്നെ ഒരു മോൾ. Only two. വിളിക്കണേ അവനെ. വഴക്കൊന്നും പറയരുത്. അത് ഞാൻ ആലോചിച്ചോളാം. വിളിക്കേ. വേണോ പണി വേണോ? സാറ് ഉറങ്ങിയായിരുന്നു അല്ലേ? നാണം ഉണ്ടോടാ നിനക്ക്? ഞാൻ എന്താ തുണി കൊടുത്തിട്ടില്ലേ? ഇതേ ഒറ്റ അടി തന്നാലുണ്ടല്ലോ. ധിക്കാരം പറയുന്നു തമ്മാടി. വഴക്ക് വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഓടിയപ്പുറത്ത് നട്ടുച്ച നേരത്ത് അവൻ മുറി അടച്ച് കിടന്ന് ഉറങ്ങുന്നു. അവന് ഞാൻ താരാട്ട് പാടണം. വഴക്ക് പറയുന്നത് കുറ്റമാണോ മോനെ? മറ്റൊന്നും വേണ്ട, നിനക്ക് പുറത്തൊക്കെ ഇറങ്ങി നടന്നാലെന്താ? ഇതൊരു ശല്യമായല്ലോ. പുറത്ത് കണ്ടാ ചോദിക്കും എന്തിനാണ് തെക്ക് വടക്ക് നടക്കുന്നതെന്ന്. അകത്ത് കയറി കിടന്നാ ചോദിക്കും എന്തിനാണ് മാറി കിടക്കുന്നതെന്ന്. നടക്കാനും വയ്യ, കിടക്കാനും വയ്യ. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യുമോനെ, നീ പോയി നിന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവാ. അവരിവിടെ വന്നു കഴിയുമ്പോ കാര്യങ്ങളൊക്കെ നേരെയാകും. ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരാം. വേണ്ട, നിങ്ങൾ പോകണ്ട. വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോടി? നമ്മൾ പോയാൽ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ പോരൂ. ഒന്നുകിൽ വരും, അല്ലെങ്കിൽ ഡൈവോഴ്സ്. പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാ. അവളിവിടെ വന്നാൽ അവൾക്കൊരു ബ്ലൗസ് വാങ്ങണമെങ്കിൽ പോലും ഞാൻ അച്ഛന്റെ മുമ്പിൽ കഴിഞ്ഞിട്ടണം. അപ്പൊ വീണ്ടും തുടങ്ങും വഴക്ക്. ആ നാണക്കെങ്കിലും ഒഴിവാക്കാൻ അവൾ അവിടെ തന്നെ നിൽക്കല്ലേ അച്ഛൻ നല്ലത്. അപ്പൊ അവളെയും കുഞ്ഞിനെയും നീ കൊണ്ടുവരില്ല? കൊണ്ടുവരാനുള്ള സാഹചര്യം ഒത്തു കിട്ടിയാൽ കൊണ്ടുവരും. സാഹചര്യം എവിടുന്ന് വരും? അത് മാത്രം എനിക്കറിയില്ല. എങ്ങനെ ഇരിക്കുന്നു? ഇവന് കുടുംബജീവിതം വീതിച്ചിട്ടില്ലടി. കടിഞ്ഞ പ്രസവം നമ്മുടെ വീട്ടിൽ തന്നെ വേണം മോളെ, അതാ പതിവ്. ഞാനത് ശ്രീയേട്ടനോട് പറഞ്ഞമ്മേ. എന്നിട്ട് സമ്മതിക്കണ്ടേ? പ്രസവം ഇവിടെ മതിയെന്നാ പുള്ളിക്കാരൻ പറയുന്നത്. അല്ലേ, പട്ടണത്തിൽ വളർന്ന എന്റെ മോള് ഈ കൃഷിപ്പണിയെല്ലാം ഇത്രയും വേഗം എങ്ങനെ പഠിച്ചു എന്നാണ്. ആ, മുല്ലപ്പൂമണം ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നല്ലേ ചൊല്ല്. ആ, എന്തായി? എന്ത് തീരുമാനിച്ചു? ശ്രീധരൻ പറയട്ടെ. ഇവിടെ മതിയെന്നാ ഇവള് പറയുന്നത്. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല ചാ. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാം. അത് പിന്നെ കൂടെ കൂടെ ഡോക്ടറെ കാണണം. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെങ്കിലും പ്രസവം ഇവിടെ മതിയെന്നാ ഡോക്ടർ പറയുന്നത്. അദ്ദേഹം വളരെ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അച്ഛാ. എന്തിനാ പാവം ഡാക്ടറുടെ പുറത്ത് പഴിയാതെന്ന്? നിങ്ങൾക്ക് വിരിഞ്ഞിരിക്കാൻ മുഷമാണെങ്കിൽ അതൊക്കെ പറഞ്ഞാ പോരെ. ഇത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടണമായിരുന്നോ? ശരി, ദിവസം എടുക്കുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇങ്ങോട്ട് പോരാ. എന്താ ഗോമതി? അതിന് നിങ്ങളെന്തിനാ? അത് ശരിയാ, ഞാനെന്തിനാ പൊന്നുരുക്കുന്നിടത്ത് പൂജയ്ക്ക് എന്ത് കാര്യം? അപ്പൊ പിന്നെ താമസിക്കുന്നതിന് നമുക്ക് പോരുന്നോ? ആ മോളെ, ഒരു കാര്യം, ഇനി നീ ഇവന്റെ കൂടെ കാട് വെട്ടിക്കാനും വളം പിടിക്കാനും ഒന്നും പോയേക്കരുത്. ഇവള് നിർബന്ധിച്ചാലും നീ കൊണ്ടുപോരുത് മോനെ. ഇല്ല മാവ, ഇവളെ ഇവിടുന്ന് പുറത്തിറക്കില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ബസ് സ്റ്റോപ്പിൽ ഞാനും വരാം മാവ. വേണ്ട, ഞങ്ങൾ തന്നെ പൊയ്ക്കൊള്ളാം. മോളെ, അമ്മ ഇറങ്ങട്ടെ മോളെ. ആ മോനെ, പ്രസവം കഴിയുന്നത് വരെ ഒരു നിയന്ത്രണമൊക്കെ വേണം എല്ലാത്തിനും. വാ. നിന്റെ അച്ഛൻ ആള് മോശമല്ലല്ലോ. ഇനി പറയാനുള്ള പറയണ്ടേ? അച്ഛമ്മേ, രാധിക കുഞ്ഞ് പ്രസവിച്ചു. 10-ാം തീയതി കഴിഞ്ഞ് കാണത്തോന്നാണല്ലോ ഡെഡി ഡോക്ടർ പറഞ്ഞത്. എന്താ കുട്ടി? ആണാ? പിന്നെ രാധിക പ്രസവിച്ചു.